ഫ്രഞ്ച് വിപ്ലവമാണ് ഡിസ്കസ് ചെയ്തത്. ഇനി ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം നോക്കാം. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം. ഇതായിരുന്നു വീട്, ഇതാണ് സ്ഥലം. ചോളത്തിന്റെ കൊഴുത്ത കതിരുകൾ ഉയർന്നു പൊങ്ങിയതിവിടെയാണ്. ഇവിടെയാണവ ചുവന്ന ഹിമപാതം പോലെ വീണ്ടും വീണ്ടും കൊഴിഞ്ഞു വീണത്. ചെമ്മരിയാടിൽ നിന്ന് സ്വർണ നാണയങ്ങൾ അഴിച്ചെടുക്കപ്പെട്ടതിവിടെയാണ്. കാമുകിമാർക്കും ശ്മശാനങ്ങൾക്കും സാമ്രാട്ടിനും അമ്മമാർക്കും പ്രാർത്ഥനകൾക്കും പടയാളികൾക്കും ഉടുപ്പു തുന്നുവാൻ. മാച്ചു പിക്ചു, നീ കൊഴിച്ചു മൂടിയ അടിമയെ എനിക്ക് തരൂ. മാച്ചു പിക്ചുവിന്റെ ഉയരങ്ങൾ എന്ന കവിത, അതായത് പാബ്ലോ നെരൂദ എഴുതിയ കവിതയുടെ വരികളാണിത്. തെക്കേ അമേരിക്കയിലെ പ്രാചീന സംസ്കാരത്തിന്റെ കേന്ദ്രങ്ങളിലൊന്നായ മാച്ചു പിക്ചുവിൽ കണ്ട കാഴ്ചകളാണ് ലാറ്റിൻ അമേരിക്കൻ കവി പാബ്ലോ നെരൂദ വിവരിക്കുന്നത്. അപ്പോൾ മാച്ചു പിക്ചുവിന്റെ ഉയരങ്ങൾ എന്ന കവിത എഴുതിയത് പാബ്ലോ നെരൂദ. പിന്നെ ഇതിലെ വരികളും നമുക്ക് ഓർമ്മിച്ച് വെക്കേണ്ടതാണ്. പിന്നീട് ഇവിടെ എന്തെല്ലാം ലാറ്റിൻ അമേരിക്കയിലെ ഓരോരോ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? വിഭവങ്ങളുടെ സമൃദ്ധി, ചോള കൃഷി, ചെമ്മരിയാടുകളെ വളർത്തിയിരുന്നു, വ്യാപാരത്തിലൂടെ സമ്പത്ത് നേടിയിരുന്നു. ഈ സാമ്പത്തിക അഭിവൃദ്ധിയെ ചൂഷണം ചെയ്താണ് സ്പെയിൻകാരും പോർച്ചുഗീസുകാരും ലാറ്റിൻ അമേരിക്കയെ കോളനിയാക്കിയത്. കോളനി ഭരണം ജനജീവിതത്തെ എങ്ങനെയെല്ലാമാണ് ബാധിച്ചതെന്ന് പരിശോധിക്കാം. അപ്പോൾ സ്പെയിനുകാരും പോർച്ചുഗീസുകാരും തങ്ങളുടെ ഭാഷയും മതവും ആചാരവും അവിടെ പ്രചരിപ്പിച്ചു. സ്പാനിഷ് ശൈലിയിൽ വീടുകളും ദേവാലയങ്ങളും നിർമ്മിക്കുകയും വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. സ്പാനിഷ് കൃഷിരീതികളും കാർഷിക വിളകളും കോളനികളിൽ നടപ്പിലാക്കി. യൂറോപ്പിൽ നിന്ന് പുതിയ രോഗങ്ങൾ ലാറ്റിൻ അമേരിക്കൻ ജനതയിലേക്ക് പകർന്നു. എല്ലാ രംഗങ്ങളിലും വംശീയ വിവേചനം പുലർത്തി. ലാറ്റിൻ അമേരിക്കൻ ജനതയുടെ സമ്പത്തും വിഭവങ്ങളും കൊള്ളയടിച്ചു. കോളനിക്കാരെ അടിമകളെ പോലെ പണിയെടുപ്പിച്ചു. ജോസെ ഡി സാൻ മാർട്ടിൻ, ഫ്രാൻസിസ്കോ മിരാണ്ട, സൈമൺ ബൊളിവർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള വിപ്ലവത്തിലൂടെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ സ്വതന്ത്രമാവാൻ തുടങ്ങി. അപ്പോൾ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവങ്ങളുടെ കാരണം എന്തായിരുന്നു? ഈ ഭാഗത്തോട്ട് സ്പെയിൻകാരും പോർച്ചുഗീസുകാരും ലാറ്റിൻ അമേരിക്കയിലേക്ക് എത്തുകയും കോളനികൾ ഉണ്ടാക്കുകയും ചെയ്തു. ഈ കോളനി ഭരണത്തിന് കീഴിൽ അവിടുത്തെ ലാറ്റിൻ അമേരിക്കൻ ജനതയുടെ അവരുടെ ജീവിതം എന്തായി? ദുസ്സഹമായി. അവരിൽ ലാറ്റിൻ അമേരിക്കൻ ജനതയിൽ സ്പെയിൻകാരും പോർച്ചുഗീസുകാരും അവരുടെ ഭാഷയും മതവും ആചാരവും ഒക്കെ പ്രചരിപ്പിച്ചു. അവരുടെ രീതിയിലുള്ള വീടുകളും ദേവാലയങ്ങളും ഒക്കെ നിർമ്മിച്ചു, വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു. അതുപോലെ തന്നെ കൃഷി രീതികളും കാർഷിക വിളകളൊക്കെ കോളനികളിൽ സ്ഥാപിച്ചു. മാത്രമല്ല അവരിൽ നിന്ന് ചില രോഗങ്ങളും ലാറ്റിൻ അമേരിക്കൻ ജനതയിലേക്ക് പകർന്നു. എല്ലാ രംഗങ്ങളിലും വംശീയ വിവേചനം പുലർത്തി. മാത്രമല്ല ലാറ്റിൻ അമേരിക്കൻ ജനതയുടെ സമ്പത്തും വിഭവങ്ങളും കൊള്ളയടിച്ചു. ഇങ്ങനെ ഈ സമയത്ത് കോളനിക്കാരെ അടിമകളെ പോലെ പണിയെടുപ്പിച്ചു. ഇങ്ങനെയുള്ള ഈ ദുസ്സഹമായ സമയത്ത് ജോസെ ഡി സാൻ മാർട്ടിൻ, ഫ്രാൻസിസ്കോ മിരാഡ, സൈമൺ ബൊളിവർ എന്നിവരുടെ നേതൃത്വത്തിൽ ഒരു വിപ്ലവം ഉണ്ടാവുകയും അതിലൂടെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ സ്വതന്ത്രമാവാൻ തുടങ്ങുകയും ചെയ്തു. അടുത്തത് വളരെ പ്രാധാന്യമേറിയ ഒരു വിപ്ലവമാണ് റഷ്യൻ വിപ്ലവം. തങ്ങൾ തൊഴിലാളികളാണ്, കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ തൊട്ട് കൂറ്റൻ യന്ത്രങ്ങൾ വരെ സർവ്വതും നിർമ്മിക്കുന്നത് തങ്ങളുടെ അധ്വാനം കൊണ്ടാണ്. എന്നാൽ അതേ സമയം തന്നെ സ്വന്തം മനുഷ്യാഭിമാനത്തിനു വേണ്ടി പൊരുതാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെട്ടവരാണ് ഞങ്ങൾ. ഞങ്ങളെ ആർക്കു വേണമെങ്കിലും അവരുടെ കാര്യസാധ്യത്തിന് ഉപയോഗിക്കാം. കാലാന്തരത്തിൽ മുഴുവൻ അധികാരവും സ്വന്തം കയ്യിലെടുക്കാൻ കഴിയത്തക്ക വിധമുള്ള സ്വാതന്ത്ര്യമാണ് ഞങ്ങൾക്ക് ഇപ്പോൾ വേണ്ടത്. ഞങ്ങളുടെ മുദ്രാവാക്യങ്ങൾ ലളിതമാണ്. സ്വകാര്യ സ്വത്തുടമ സമ്പ്രദായം നശിക്കട്ടെ. എല്ലാ ഉൽപാദന ഉപാധികളും ജനങ്ങൾക്ക്, എല്ലാ അധികാരവും ജനങ്ങൾക്ക്, അധ്വാനം എല്ലാവരുടെയും ചുമതല. ഞങ്ങൾ വെറും കലാപകാരികളല്ലെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കാമല്ലോ. ഞങ്ങൾ വിപ്ലവകാരികളാണ്. ഒരു കൂട്ടർ ആജ്ഞാപിക്കാൻ മാത്രവും മറ്റൊരു കൂട്ടർ പണിയെടുക്കാൻ മാത്രവുമുള്ള കാലത്തോളം ഞങ്ങൾ വിപ്ലവകാരികളായി തുടരുകയും ചെയ്യും.
ഇത് അമ്മ എന്ന കവിതയിലാണ്. അമ്മ എന്ന കഥയില് മാക്സിം ഗോർക്കി എഴുതിയതാണ്. അപ്പോൾ മാക്സിം ഗോർക്കി എഴുതിയ കഥയുടെ പേരാണ് അമ്മ. റഷ്യൻ വിപ്ലവത്തോടനുബന്ധിച്ചാണ് മാക്സിം ഗോർക്കി ഈ കഥ എഴുതിയിട്ടുള്ളത്. അതായത് അന്നത്തെ റഷ്യൻ ജനതയുടെ ബുദ്ധിമുട്ടുകളും അവരുടെ ജീവിത രീതികളുമാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. മാക്സിം ഗോർക്കി എന്ന ലോകപ്രസിദ്ധ റഷ്യൻ സാഹിത്യകാരന്റെ അമ്മ എന്ന നോവലിലെ ഒരു കഥാപാത്രത്തിന്റെ വാക്കുകളാണിത്. അക്കാലത്തെ റഷ്യയിലെ തൊഴിലാളികളുടെയും കർഷകരുടെയും സ്ഥിതിയും അവരുടെ ലക്ഷ്യങ്ങളും ഇതിൽ കാണാൻ കഴിയും. അന്നത്തെ റഷ്യൻ സമൂഹത്തെ പറ്റി ഇതിൽ നിന്ന് എന്തെല്ലാം മനസ്സിലാക്കാം? സ്വകാര്യ സ്വത്തുടമ സമ്പ്രദായം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ സ്വകാര്യ സ്വത്തുടമ സമ്പ്രദായം നിലനിന്നിരുന്നു എന്ന് മനസ്സിലാക്കാം. എല്ലാവരും അധ്വാനിക്കണം, അതായത് ഒരു ഭാഗം അധ്വാനിക്കാതെ ധൂർത്തായ ജീവിതം നയിച്ചിരുന്നു എന്ന് മനസ്സിലാക്കാം. ഇത്തരം ആവശ്യങ്ങൾ ഉന്നയിക്കാൻ അവരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തായിരിക്കാം? റഷ്യ ഭരിച്ചിരുന്ന സാർ ചക്രവർത്തിമാരുടെ ഏകാധിപത്യത്തിന് കീഴിൽ കർഷകരും ഫാക്ടറി തൊഴിലാളികളും ദുരിതപൂർണമായ ജീവിതമാണ് നയിച്ചത്. റഷ്യയിലെ കാർഷിക മേഖലയിലെ കുറഞ്ഞ ഉൽപാദനം കർഷകരുടെ വരുമാനത്തെ ബാധിച്ചു. കൂടാതെ ഭൂരഹിതരായ അവർ നികുതി ഭാരവും വഹിക്കേണ്ടി വന്നു. പ്രകൃതി വിഭവങ്ങൾ കൊണ്ട് സമ്പന്നമായിരുന്ന റഷ്യയുടെ വ്യാവസായികോൽപാദനം തുച്ഛമായിരുന്നു. ഉള്ള വ്യവസായങ്ങളിൽ ഭൂരിഭാഗവും വിദേശികളായിരുന്നു നിയന്ത്രിച്ചിരുന്നത്. റഷ്യയിലെ സാർ ചക്രവർത്തിമാരുടെ സ്വേച്ഛാധിപത്യ ഭരണം റഷ്യൻ വിപ്ലവത്തിന് പ്രചോദനമേകി. തൊഴിലാളികളുടെയും കർഷകരുടെയും ദുരിത ജീവിതത്തെ മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയ്, ഇവാൻ തുർഗനേവ്, ആന്റൺ ചെക്കോവ് തുടങ്ങിയ സാഹിത്യകാരന്മാർ അവരുടെ കൃതികളിൽ ചിത്രീകരിച്ചു. അപ്പോൾ അന്ന് റഷ്യൻ വിപ്ലവത്തോടനുബന്ധിച്ച് രചിച്ച സാഹിത്യകാരന്മാർ, അന്നത്തെ ആ സമയത്തെ റഷ്യൻ സാഹിത്യകാരന്മാർ ആരൊക്കെ ചോദിച്ചാൽ മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയ്, ഇവാൻ തുർഗനേവ്, ആന്റൺ ചെക്കോവ്. കാൾ മാർക്സും ഫ്രെഡറിക് ഏംഗൽസും ആവിഷ്കരിച്ച മാർക്സിസ്റ്റ് ആശയങ്ങൾ തൊഴിലാളികൾക്ക് ആവേശം പകർന്നു. അപ്പോൾ മാർക്സിസ്റ്റ് ആശയങ്ങൾ ആവിഷ്കരിച്ചത് കാൾ മാർക്സും ഫ്രെഡറിക് ഏംഗൽസുമാണ്. മുതലാളിമാർ നിയന്ത്രിക്കുന്ന ഉൽപാദന വ്യവസ്ഥയ്ക്ക് പകരം തൊഴിലാളികളുടെ ആധിപത്യം സ്ഥാപിക്കാൻ അവർ ആഹ്വാനം. അപ്പോൾ അന്നത്തെ സാഹിത്യകാരന്മാരാണ് മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയ്, ഇവാൻ തുർഗനേവ്, ആന്റൺ ചെക്കോവ്. അതുപോലെ മാർക്സിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിച്ചവര് അല്ലെങ്കിൽ ആവിഷ്കരിച്ചവര് കാൾ മാർക്സും ഫ്രെഡറിക് ഏംഗൽസും. മുതലാളിമാർ നിയന്ത്രിക്കുന്ന ഉൽപാദന വ്യവസ്ഥയ്ക്ക് പകരം തൊഴിലാളികളുടെ ആധിപത്യം സ്ഥാപിക്കാൻ അവർ ആഹ്വാനം ചെയ്തു. മാർക്സിസ്റ്റ് ആശയങ്ങൾ ആവിഷ്കരിച്ചവർ ആഹ്വാനം ചെയ്തത് മുതലാളിമാർ നിയന്ത്രിക്കുന്ന ഉൽപാദന വ്യവസ്ഥയ്ക്ക് പകരം തൊഴിലാളികളുടെ ആധിപത്യം സ്ഥാപിക്കാൻ ആഹ്വാനം ചെയ്തു. തൊഴിലാളികളുടെ ദുരിതങ്ങൾക്ക് പരിഹാരം കാണാനായി തൊഴിലാളി സംഘടനകൾ രൂപീകരിച്ചു. മാർക്സിസ്റ്റ് ആശയങ്ങളിൽ അധിഷ്ഠിതമായ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി രൂപം കൊണ്ടു. ഈ പാർട്ടി പിന്നീട് മെൻഷെവിക്കുകൾ അതായത് ന്യൂനപക്ഷം എന്നും ബോൾഷെവിക്കുകൾ അതായത് ഭൂരിപക്ഷം എന്നും രണ്ടായി പിരിഞ്ഞു. അപ്പോൾ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി ആണ് ആദ്യം രൂപം കൊണ്ടത്. സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടിയാണ് ആദ്യം രൂപം കൊണ്ടത്. പിന്നീട് മെൻഷെവിക്കുകളും ബോൾഷെവിക്കുകളുമായിട്ട് പിരിഞ്ഞു. ലെനിൻ, ട്രോട്സ്കി തുടങ്ങിയവർ ബോൾഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയപ്പോൾ അലക്സാണ്ടർ കെരൻസ്കിയാണ് മെൻഷെവിക്കുകൾക്ക് നേതൃത്വം നൽകിയത്. 1905 നടന്ന റഷ്യ ജപ്പാൻ യുദ്ധത്തിൽ റഷ്യക്കേറ്റ പരാജയം പ്രതിസന്ധി രൂക്ഷമാക്കി. രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പരിഷ്കാരങ്ങളും ആവശ്യപ്പെട്ട് തൊഴിലാളികൾ പെട്രോഗ്രാഡ് എന്ന സ്ഥലത്ത് 1905 ജനുവരി 9 പ്രകടനം നടത്തി. റഷ്യയിൽ ഇത്തരം പ്രശ്നങ്ങളുള്ള സമയത്ത് തന്നെയാണ് റഷ്യ ജപ്പാൻ യുദ്ധം റഷ്യക്കുണ്ടാക്കിയ പ്രതിസന്ധിയും രൂക്ഷമാവുന്നത്. അതായത് 1905 റഷ്യ ജപ്പാൻ യുദ്ധം നടന്നത്. അതേ സമയത്ത് തൊഴിലാളികൾ 1905 ജനുവരി 9 പെട്രോഗ്രാഡ് എന്ന സ്ഥലത്ത് പ്രകടനം നടത്തി. സാമ്പത്തിക പരിഷ്കാരങ്ങളും രാഷ്ട്രീയ അവകാശങ്ങളും ഒക്കെയായിരുന്നു അവരുടെ ആവശ്യം.
ഇതും വെച്ച് തൊഴിലാളികൾ പെട്രോഗ്രാഡ് എന്ന സ്ഥലത്ത് 1905 ജനുവരി 9-ന് പ്രകടനം നടത്തി. ഇതിനു നേരെ പട്ടാളം വെടിവെച്ചു. നൂറുകണക്കിന് തൊഴിലാളികൾ കൊല്ലപ്പെട്ടു. ഈ സംഭവം രക്തരൂക്ഷിതമായ ഞായറാഴ്ച എന്നറിയപ്പെടുന്നു. അതായത് ഒരു ഞായറാഴ്ചയായിരുന്നു ജനുവരി 9. പെട്രോഗ്രാഡ് എന്ന സ്ഥലത്ത് തൊഴിലാളികൾ പ്രകടനം നടത്തി. അവരുടെ സാമ്പത്തിക ആവശ്യങ്ങളും രാഷ്ട്രീയ അവകാശങ്ങളും ഒക്കെ നടത്തി തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ ആ പ്രകടനത്തിന് നേരെ പട്ടാളം വെടിവെക്കുകയും നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തു. ഈ ദിവസമാണ് രക്തരൂഷിതമായ ഞായറാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ രക്തരൂഷിതമായ ഞായറാഴ്ച ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടാന്ന് ചോദിച്ചാൽ റഷ്യൻ വിപ്ലവമാണ്. റഷ്യൻ വിപ്ലവം എന്ന് പറഞ്ഞാൽ റഷ്യയിലെ ഓരോരോ പ്രശ്നങ്ങളും കാര്യങ്ങൾക്കൊക്കെ ഇടയ്ക്ക് മാർക്സിസ്റ്റ് ആശയങ്ങളുമായിട്ട് വന്നു. ആരാണ് മാർക്സിസ്റ്റ് ആശയങ്ങളുമായിട്ട് വന്നത്? കാൾ മാർക്സും പിന്നീട് ഏംഗൽസ് അല്ലെ, ഏംഗൽസുമാണ് വന്നത്. ദെൻ അവരുടെ ആശയങ്ങളെല്ലാം പ്രചരിപ്പിക്കുന്നതിൻ്റെ ഇടയിൽ പിന്നെ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി എന്നൊരു പാർട്ടിയും കൂടെ രൂപം കൊള്ളുകയും ഈ പാർട്ടി പിന്നീട് രണ്ടായി മാറി മെൻഷെവിക്കുകളും ബോൾഷെവിക്കുകളുമായി മാറി. ബോൾഷെവിക്കുകൾക്ക് നേതൃത്വം നൽകിയത് ലെനിനും ട്രോട്സ്കിയുമായിരുന്നു. അതേസമയം മെൻഷെവിക്കുകൾക്ക് നേതൃത്വം നൽകിയത് ആരായിരുന്നു? അലക്സാണ്ടർ കെരൻസ്കി ആയിരുന്നു. അങ്ങനെ 1905 റഷ്യ ജപ്പാൻ വിപ്ലവം ഇവിടെ ആകെ പ്രതിസന്ധി രൂപം ഉണ്ടാക്കി. അതേസമയം 1905 ജനുവരി 9-ന് ഞായറാഴ്ച പെട്രോഗ്രാഡ് എന്ന സ്ഥലത്ത് വെച്ച് തൊഴിലാളികൾ അവരുടെ പരിഷ്കാരങ്ങളും അവകാശങ്ങൾക്കൊക്കെ വേണ്ടി പ്രകടനം നടത്തുകയും അതിലേക്ക് പട്ടാളം വെടിവെച്ച് ഒരുപാട് പേർ കൊല്ലപ്പെടുകയും ഉണ്ടായി. ആ സംഭവത്തെയുമാണ് രക്തരൂഷിതമായ ഞായറാഴ്ച എന്ന് പറയപ്പെടുന്നത്. ഈ കാലഘട്ടത്തിൽ തൊഴിലാളികളുടെ സംഘങ്ങൾ റഷ്യയിലെമ്പാടും രൂപീകരിച്ചു. ഇവ സോവിയറ്റുകൾ എന്നറിയപ്പെട്ടു. സമരം ശക്തമായതിനെ തുടർന്ന് ദ്യൂമ എന്ന നിയമനിർമ്മാണ സഭ രൂപീകരിക്കാൻ ചക്രവർത്തി നിർബന്ധിതനായി. അപ്പോൾ റഷ്യയിലെ നിയമനിർമ്മാണ സഭയാണ് ദ്യൂമ. 1914 ഒന്നാം ലോക യുദ്ധം ആരംഭിച്ചതോടെ ദ്യൂമയുടെ എതിർപ്പിനെ അവഗണിച്ച് സാർ ചക്രവർത്തി നിക്കോളാസ് രണ്ടാമൻ യുദ്ധത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിൽ സാർ ചക്രവർത്തി നിക്കോളാസ് രണ്ടാമൻ പങ്കെടുത്തു. അനേകം റഷ്യൻ സൈനികർ ഇതിൽ കൊല്ലപ്പെട്ടു. 1917 ആഴപ്പോയേക്കും ഭക്ഷ്യദൗർബല്യം രൂക്ഷമായി. മാർച്ച് 8-ന് ആയിരക്കണക്കിന് സ്ത്രീകൾ റൊട്ടിക്ക് വേണ്ടി തെരുവുകളിൽ പ്രകടനം നടത്തി. പെട്രോഗ്രാഡ് പട്ടണത്തിൽ തൊഴിലാളികൾ പ്രതിഷേധ പ്രകടനം നടത്തി. സൈനികർ ആദ്യം പ്രകടനം നേരിട്ടെങ്കിലും പിന്നീട് അവരും തൊഴിലാളികളോടൊപ്പം ചേർന്നു. 1914 ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിക്കോളാസ് രണ്ടാമൻ പങ്കെടുത്തു. എന്നാൽ അനേകം സൈനികർ കൊല്ലപ്പെട്ടു. അങ്ങനെ 1917 ആയപ്പോഴേക്ക് ദൗർലഭ്യം നന്നായിട്ട് ഉണ്ടാവുകയും മാർച്ച് 8-ന് വീണ്ടും ഭക്ഷണത്തിന് വേണ്ടി സ്ത്രീകൾ തെരുവീഥികൾ പ്രകടനം നടത്തി. ഈ പ്രകടനങ്ങളെ സൈനികർ ആദ്യം നേരിട്ടെങ്കിലും പിന്നീട് സൈനികരും ഈ ജനങ്ങൾക്കൊപ്പം തൊഴിലാളികൾക്കൊപ്പം ചേർന്ന് പ്രകടനം നടത്തി. പെട്രോഗ്രാഡ് പട്ടണം തൊഴിലാളികൾ പിടിച്ചെടുക്കുകയും തുടർന്ന് നിക്കോളാസ് രണ്ടാമൻ സ്ഥാനം ഒഴിയുകയും റഷ്യയിൽ മെൻഷെവിക് നേതാവായ അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിൽ ഒരു താൽക്കാലിക ഗവൺമെന്റ് നിലവിൽ വരികയും ചെയ്തു. പെട്രോഗ്രാഡ് പട്ടണം തൊഴിലാളികൾ പിടിച്ചെടുത്തു. നിക്കോളാസ് രണ്ടാമൻ സ്ഥാനം ഒഴിഞ്ഞു. അങ്ങോട്ട് അലക്സാണ്ടർ കെരൻസ്കി, അതായത് മെൻഷെവിക് നേതാവായ അലക്സാണ്ടർ കെരൻസ്കി നേതൃത്വത്തിൽ വന്നു. ഇത് ഫെബ്രുവരി വിപ്ലവം എന്നറിയപ്പെടുന്നു. താൽക്കാലിക ഗവൺമെന്റ് ഉണ്ടാക്കിയത് അലക്സാണ്ടർ കെരൻസ്കി ആണ്. ഇതാണ് ഫെബ്രുവരി വിപ്ലവം. റഷ്യൻ കലണ്ടർ അന്താരാഷ്ട്ര കലണ്ടറിനേക്കാൾ പിറകിലായതിനാലാണ് മാർച്ചിലാണ് വിപ്ലവം നടന്നത്. എന്നാൽ ഫെബ്രുവരിയിൽ എന്ന് പറയുന്നത് റഷ്യൻ കലണ്ടർ അന്താരാഷ്ട്ര കലണ്ടറിനേക്കാളും പിറകിലായതിനാലാണ്. താൽക്കാലിക ഗവൺമെന്റിനെ റഷ്യയിലെ സോവിയറ്റുകൾ അംഗീകരിച്ചില്ല. ഈ സമയം സ്വിറ്റ്സർലാൻഡിൽ കഴിയുന്ന വ്ളാഡിമിർ ലെനിൻ റഷ്യയിലെത്തി താൽക്കാലിക ഗവൺമെന്റ് ശക്തമായി എതിർത്തു.
വിപ്ലവം അതിന്റെ ലക്ഷ്യം നേടണമെങ്കിൽ അധികാരം മുഴുവൻ സോവിയറ്റുകൾക്ക് കൈമാറണമെന്ന് ആവശ്യപ്പെട്ടു. ബോൾഷെവിക്കുകളും സോവിയറ്റുകളും ലെനിന്റെ നിലപാടിനെ പിന്തുണച്ചു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സാമ്പത്തിക പിന്നാക്കാവസ്ഥയും ജനങ്ങളിലെ അസമത്വം ഇല്ലാതാക്കാൻ ഒരു തൊഴിലാളി വർഗ ഭരണകൂടത്തിന് മാത്രമേ കഴിയുകയുള്ളൂ ബോൾഷെവിക്കുകൾ പ്രചരിച്ചു. അതിനായി ചില ആവശ്യങ്ങൾ ഉന്നയിച്ചു. അപ്പോൾ താൽക്കാലിക ഗവൺമെന്റ് അലക്സാണ്ടർ കെരൻസ്കിയുടെ നേതൃത്വത്തിൽ വന്നെങ്കിലും ഇതേ സമയം സ്വിറ്റ്സർലൻഡിൽ കഴിയുകയായിരുന്ന വ്ളാഡിമിർ ലെനിൻ, അതായത് ബോൾഷെവിക്കുകൾ പാർട്ടിയുടെ നേതൃത്വം വഹിച്ചിരുന്ന ലെനിൻ റഷ്യയിലെത്തുകയും താൽക്കാലിക ഗവൺമെന്റിനെ എതിർത്തുകൊണ്ട് അധികാരം സോവിയറ്റുകൾക്ക് നൽകണമെന്ന് ആവശ്യപ്പെട്ടു. ബോൾഷെവിക്കുകളും സോവിയറ്റുകളും ലെനിനെ പിന്തുണക്കുകയും സാമ്പത്തിക പിന്നോക്കാവസ്ഥ ജനങ്ങളിലെ അസമത്വം ഇല്ലാതാക്കാൻ ഒരു തൊഴിലാളി വർഗ ഭരണകൂടത്തിന് മാത്രമേ കഴിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ബോൾഷെവിക്കുകൾ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചു. ഒന്നാം ലോക യുദ്ധത്തിൽ നിന്ന് റഷ്യ പിന്മാറണമെന്ന് ബോൾഷെവിക്കുകൾ പറഞ്ഞു. പ്രഭുക്കന്മാരുടെ കൈവശമുള്ള ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്യണമെന്ന് പറഞ്ഞു. ഫാക്ടറികൾ ജനങ്ങളുടെ പൊതു സ്വത്താക്കി മാറ്റണമെന്ന് ബോൾഷെവിക്കുകൾ ആവശ്യപ്പെട്ടു. അങ്ങനെ 1917 ഒക്ടോബറിൽ ബോൾഷെവിക്കുകൾ താൽക്കാലിക ഗവൺമെന്റിനെതിരെ സായുധ കലാപം ആരംഭിച്ചു. 1917 ഒക്ടോബറിലാണ് ബോൾഷെവിക്കുകൾ താൽക്കാലിക ഗവൺമെന്റിനെതിരെ സായുധ കലാപം ആരംഭിക്കുന്നത്. കെരൻസ്കി രാജ്യം വിട്ടുപോകുകയും റഷ്യ ബോൾഷെവിക്കുകളുടെ നിയന്ത്രണത്തിലാവുകയും ചെയ്തു. ബോൾഷെവിക്കുകൾക്ക് അധികാരം ലഭിച്ച ഈ സംഭവം ഒക്ടോബർ വിപ്ലവം, റഷ്യൻ കലണ്ടർ പ്രകാരം ഒക്ടോബർ വിപ്ലവം എന്ന്. അപ്പോൾ ആദ്യം രക്തരൂഷിത ഞായറാഴ്ച വന്നു. അതിനുശേഷം ഫെബ്രുവരി വിപ്ലവം എന്ന താൽക്കാലിക ഗവൺമെന്റ് നിലവിൽ വന്നതാണ്. എന്നാൽ അലക്സാണ്ടർ കെരൻസ്കിയെ ഒഴിവാക്കിക്കൊണ്ട് ബോൾഷെവിക്കുകൾ 1917 ഒക്ടോബറിൽ വീണ്ടും സായുധ കലാപത്തിലൂടെ അധികാരത്തിൽ വന്നതാണ് എന്ത് ഒക്ടോബർ വിപ്ലവം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഫെബ്രുവരി വിപ്ലവം, ഒക്ടോബർ വിപ്ലവം, അങ്ങനെ 3 സംഭവങ്ങൾ റഷ്യൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. തുടർന്ന് സോവിയറ്റുകളുടെ സമ്മേളനം ചേർന്ന് ലെനിൻ അധ്യക്ഷനായ ഒരു ക്യാബിനറ്റിന് രൂപം നൽകി. ഇതിന് റഷ്യൻ വിപ്ലവത്തിന്റെ ഫലങ്ങൾ: ഒന്നാം ലോക യുദ്ധത്തിൽ നിന്നും റഷ്യ പിന്മാറി, ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്തു, പൊതു ഉടമസ്ഥതയ്ക്ക് പ്രാധാന്യം കൊടുത്തു, കേന്ദ്രീകൃത ആസൂത്രണം നടപ്പിലാക്കി, സാമ്പത്തിക ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ പുരോഗതി കൈവരിച്ചു. 1924 പുതിയ ഭരണഘടന നിലവിൽ വന്നു. സോവിയറ്റ് റിപ്പബ്ലിക്കുകൾ കൂടി ചേർന്ന് സോവിയറ്റ് യൂണിയൻ രൂപീകരിക്കപ്പെടുകയും ചെയ്തു. 1924 പുതിയ ഭരണഘടന നിലവിൽ വന്നു. സോവിയറ്റ് യൂണിയൻ റിപ്പബ്ലിക് ചേർന്ന് സോവിയറ്റ് യൂണിയൻ രൂപീകരിക്കപ്പെടുകയും ചെയ്തു. ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ സോഷ്യലിസ്റ്റ് ആശയങ്ങൾ വ്യാപകമായി. റഷ്യയിൽ ഒരു തൊഴിലാളി വർഗ ഭരണം സ്ഥാപിക്കുന്നതിൽ ഒക്ടോബർ വിപ്ലവം വഹിച്ച പങ്ക് ചർച്ച ചെയ്യുക. റഷ്യയിലെ ഒരു തൊഴിലാളി വർഗ ഭരണം സ്ഥാപിക്കുന്നതിൽ ഒക്ടോബർ വിപ്ലവം വഹിച്ച പങ്ക് ചർച്ച ചെയ്യുക. അപ്പോൾ റഷ്യൻ വിപ്ലവത്തിലെ മുഴുവൻ തൊഴിലാളികളുടെയും പ്രവർത്തന ഫലമായിട്ടാണ് ആദ്യം ഒരു താൽക്കാലിക ഗവൺമെന്റ് വരുന്നത്. പിന്നീട് താൽക്കാലിക ഗവൺമെന്റിനെ എതിർത്തുകൊണ്ട് ബോൾഷെവിക്കുകൾ എത്തുകയും ബോൾഷെവിക്കുകൾ അധികാരത്തിലേറുകയും ചെയ്തു. എന്നാൽ ബോൾഷെവിക്കുകളുടെ എല്ലാ ആശയങ്ങളും, അതായത് ഒന്നാം ലോക മഹായുദ്ധത്തിൽ നിന്നും റഷ്യ പിന്മാറി, ഭൂമി പിടിച്ചെടുത്ത് കർഷകർക്ക് വിതരണം ചെയ്തു, ഇതെല്ലാം റഷ്യൻ വിപ്ലവത്തോട് സാധിച്ചു. പൊതു ഉടമസ്ഥയ്ക്ക് പ്രാധാന്യം കൊടുത്തു, കേന്ദ്രീകൃത ആസൂത്രണം നടപ്പിലാക്കി, സാമ്പത്തിക ശാസ്ത്ര സാങ്കേതിക രംഗങ്ങളിൽ പുരോഗതി കൈവരിച്ചു. 1924 പുതിയ ഭരണഘടന നിലവിൽ വന്നു. അപ്പോൾ സോവിയറ്റ് യൂണിയൻ നിലവിൽ വന്നത് 1924 ലോകത്തിലെ വിവിധ ഭാഗങ്ങൾ സൈനിക ആശയങ്ങൾ വ്യാപകമായിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് റഷ്യൻ വിപ്ലവം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.